നമ ശിവായ. ശിവധാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാദേവൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആമമോതിരത്തെക്കുറിച്ചാണ്. മഹാവിഷ്ണുവിൻ്റെ രണ്ടാം അവതാരമായ കൂർമ്മവും അതേപോലെ ചൈനീസ് വാസ്തുവിദ്യയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഈ പറയുന്ന ആമയ്ക്കാണ്. പല ക്ഷേത്രങ്ങളിലും ആമവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആമമോതിരം അല്ലെങ്കിൽ ആമ ഒരു പോസിറ്റീവ് ആയി തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും ആരോഗ്യമാണ് ഇവ പ്രതിദാനം ചെയ്യുന്നത്. ആമമോതിരം പ്രധാനമായും വെള്ളിയിൽ തീർത്തിടുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ നടുവിരൽ, അതും വലത് കൈയുടെ ചൂണ്ടുവിരലിലോ നടുവിരലിലോ ഇടുന്നതാണ് അത്യുത്തമം. ആമയുടെ മുഖഭാഗം അണിയുന്ന ആൾക്ക് നേരെ ആയിരിക്കണം ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇതിട്ടാൽ വളരെ അത്യുത്തമമായിരിക്കും. ഇത് ഇടുന്നതിന് മുന്നേ തന്നെ ഇതൊരു ശുദ്ധീകരിക്കുന്നത് നല്ലതായിരിക്കും. ശുദ്ധിക്രിയ എന്ന് പറയുന്നത് പാലിലോ പനിനീരിലോ തുളസി വെള്ളത്തിലോ ശുദ്ധിക്രിയ നടത്താം. അതേപോലെ തന്നെ ഇത് വലത് കൈയിൽ ധരിക്കുമ്പോൾ ഈ നോൺ വെജ് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ഊരി വെക്കുകയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കണം വിരലുകളിൽ ഇത് ധരിക്കേണ്ടത്. ചൂണ്ടുവിരലിലോ അതേപോലെ തന്നെ നടുവിരലിലോ ഈ ധരിക്കുന്ന ആൾക്ക് അഭിമുഖമായിരിക്കണം ഇതിൻ്റെ തലഭാഗം വരേണ്ടത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതിപ്പോൾ വീഡിയോയിൽ ഇടത് കൈയിലാണ് കാണിച്ചെങ്കിൽ പോലും വലത് കൈയിൽ ധരിക്കുന്നതാണ് അത്യുത്തമം. സ്വർണം, വെള്ളി, ചെമ്പ് അങ്ങനെയുള്ള ഏതിൽ വേണമെങ്കിലും ധരിക്കാമെങ്കിലും വെള്ളിയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ഇത് ധരിച്ചതിന് ശേഷവും 6 മാസത്തിലോ 3 മാസത്തിലോ മാസം തോറുമൊക്കെ ഇതിൽ ശുദ്ധിക്രിയ ചെയ്യുന്നത് നന്നായിരിക്കും. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുവാൻ കഴിയട്ടെ എന്ന് പൂർണ്ണമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായി വീണ്ടും ശിവധാരയിലൂടെ വീണ്ടും വരാമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ. ഓം നമ ശിവായ.